ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തായ് ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ വെച്ചാണ് ശരിക്കും ഉണ്ടാക്കുന്നത്. ഏറ്റവും വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ടേസ്റ്റിയസ്റ്റ് കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചൂടായ പാനിലേക്ക് 2.5 സ്പൂൺ മല്ലി വറുത്തെടുക്കാം. അപ്പോൾ അതൊന്ന് സോട്ട് ചെയ്യുക. കളർ മാറിയതിന് ശേഷം 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ പെരിഞ്ജീരകം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ പൊടിച്ചു വെച്ച മസാലയിലോട്ട് നമ്മൾ 2 മീഡിയം സൈസ് സവാള ഇടുകയാണ്. ഒരു 4-5 പച്ചമുളക്, ഒരു 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു പിടി പുതിന മിന്റ് ലീഫ്, ഒരു പിടി നമ്മുടെ കൊറിയാണ്ടർ ലീഫ്. ഇത് ഒരു പിടി ഇല്ല, ഇത് വന്നിട്ട് ബേസിൽ ലീഫാണ്. നല്ല മണമാണ് ഇതിന്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കാം. കുറച്ചുകൂടി ഉപ്പും കൂടി ഇടാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ 600 ഗ്രാം ചിക്കൻ, ഇവിടെ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്. അപ്പോൾ കുറച്ച് 2 വെജിറ്റബിള്, കുറച്ച് ബ്രോക്കലി ഹാഫ് ബോയിൽഡ് ആണ്, ഒരു തക്കാളി. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ, തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ അരച്ച മസാല ഇതിലോട്ട് പച്ച മസാല ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അതെടുത്തിട്ട് നല്ലോണം ഈ മസാല നല്ലോണം ഒന്ന് കോട്ടാവണം ചിക്കൻ്റെ മുകളിൽ. തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 4 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചു. അതിലേക്ക് നമ്മൾ 2-ാം പാൽ ഒഴിക്കുകയാണ്. സോ ഇപ്പോൾ 2-ാം പാൽ വെച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചായിരുന്നു. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു ഞാൻ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ബ്രോക്കലിയും തക്കാളിയും കൂടെ ഇതിലോട്ട് ഇടുവാണ്. ഇത് അധികം വേകണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ ബ്രോക്കലി ഓൾറെഡി പാതി വെന്തതാണ്. പിന്നെ തക്കാളി ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തക്കാളിയുടെ ആവശ്യമില്ല ഇതിന്, പക്ഷെ ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുക. അപ്പോൾ ഇത് മസാലയുടെ കൂടെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് കൂടി വെക്കുകയാണ്. അതിന് ശേഷം നമ്മൾ 1-ാം പാല് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്തുണ്ട്. ഈ സമയത്ത് നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ഗ്രേവി കൂടുതലായിട്ട് വേണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ്. കുറച്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് പാതി ഒഴിച്ചാൽ മതി. ഈ സമയത്ത് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ആവശ്യത്തിനിടാം. അപ്പോൾ നമുക്കിതൊരു തിള വന്നതും ഓഫ് ചെയ്യാം. 2-ാം പാലിട്ട് ഒത്തിരി തിളപ്പിക്കരുത്. ഒരു തിള വരുമ്പോൾ ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേളിലോട്ട് കസൂരി മേത്തി കുറച്ചിടാം. അപ്പോൾ നമുക്കിതൊരു വേറൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ തായ് ചിക്കൻ കറിയുടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ട, ഇടിയപ്പം, പാലപ്പം ഏതിൻ്റെ കൂടെ വേണേലും അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളായിട്ടും ഭയങ്കര നല്ലൊരു ക്രീമി ടച്ച് ഉള്ള ഡിഷാണിത്. ആദ്യമേ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എന്തിനും എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഹോപ്പ് യു വിൽ കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം.